നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം പ്രവാസികളായിത്തീരുന്നത്. പ്രവാസം സ്വീകരിച്ചു കഴിയുമ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് വിദേശ സംസ്കാരം നമ്മളിൽ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ എന്ന്. ഇന്ന് ഞങ്ങൾ ഇറ്റലിയിൽ വെച്ച് സംസാരിക്കുന്ന വിഷയം പ്രവാസി കുടുംബങ്ങളിലെ വിദേശ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. ഇറ്റാലിയൻ മലയാളി പ്രവാസികളെ തേടിയെത്തിയ യൂറോപ്യൻ മലയാളി ജേർണലിനും അതിൻ്റെ ഡയറക്ടറായ ശ്രീകുമാറിനും ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞ 12 വർഷമായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജേർണലിൻ്റെ മുഖ്യധാരയായി പ്രവർത്തിക്കുന്ന ശ്രീകുമാറിന് മലയാളി പ്രവാസികളായ ഇറ്റലിയിലുള്ള മലയാളികളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹം ചെയ്യുന്ന ഈ നിസ്തുലമായ സേവനത്തെ ആദരിക്കുന്നതിനു വേണ്ടി മലയാളി കമ്മ്യൂണിറ്റിയിലെ മലയാളി സംഘടനയായ അലിക്കൻ്റെ പ്രസിഡന്റായ ജെയിംസ് മാവേലിയെ, പ്രത്യേകിച്ചും അദ്ദേഹം ഇവിടുത്തെ മലയാളികളുടെ ഏക ജനപ്രതിനിധി കൂടിയായ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ശ്രീകുമാറിനെ ആദരിക്കുന്നതിനു വേണ്ടി ഒരു സെക്കൻഡ് ഞങ്ങൾ വിനിയോഗിക്കുന്നു. ഇറ്റലിയിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രവാസി മലയാളികളിൽ വിദേശ സ്വാധീനം ഉണ്ടാകുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. അതേക്കുറിച്ച് എന്തു പറയുന്നു? എന്റെ പേര് ഫാദർ ഐസക് ആരിക്കാപ്പള്ളി CMI. ഇപ്പോൾ നമ്മുടെ ഈ പരിപാടി നടത്തുന്ന ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ആൻഡ് ഇന്റർ റിലീജിയസ് സ്റ്റഡീസ് അതിന്റെ ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ്. എത്രത്തോളമുണ്ട് ഈ ഒരു സ്വാധീനം എന്ന് പറയുന്നത്? നമ്മൾ പറയണമെങ്കിൽ കൂടി വരെയാണോ അതോ എന്താണ്? പ്രവാസി കുടുംബങ്ങളില് വിദേശ സ്വാധീനം വളരെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളി കുടുംബങ്ങളെ കുറിച്ച് പറയുമ്പോൾ മലയാളികള് കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. ഇവിടെയുള്ളവര്, വിദേശത്തുള്ള നമ്മുടെ മലയാളികളെല്ലാം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നിരിക്കുന്നതാണ്, നല്ല ഉറച്ച പശ്ചാത്തലത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നമുക്ക് തന്നെ കുടുംബങ്ങളിൽ ഉറച്ച ആത്മീയതയും നല്ല സംസ്കാരവും കിട്ടിയിട്ടുണ്ട് ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവര്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നാമത്തെ തലമുറയ്ക്ക് ഒരു വിചിത്രമായിട്ട് തോന്നും. ആ തലമുറയിൽപ്പെട്ട മാതാപിതാക്കൾ നല്ല രീതിയിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരത് അനുകരിക്കുകയില്ല. പക്ഷേ ഇവിടെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾ കൂടുതലായിട്ട് അതിനോടൊരു ആഭിമുഖ്യം തോന്നാനായിട്ട് സാധ്യതയുണ്ട്. കാരണം കുട്ടികൾ മാതാപിതാക്കൾ പറയുന്നതിനോടല്ല, അവരുടെ പ്രായത്തിൽപ്പെട്ടവർ പറയുന്നതിനോടാണ് കൂടുതൽ അവർക്ക് പ്രതിപത്തി തോന്നുക. അപ്പോഴത് വളരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പ്രവാസികളിൽ വിദേശ സ്വാധീനം കൂടുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? സ്വാധീനം കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇറ്റലിയിൽ വന്നിട്ട് ഏകദേശം 3 കൊല്ലമേ ആയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഇസ്ലാം വീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോർ വാല്യൂസ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികൾ യഥാർത്ഥത്തിൽ വരുന്നത് നമ്മുടേതായ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമുക്കൊന്നാമത് സമയമില്ല. നമുക്ക് കുട്ടികൾക്ക്, പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളെ നമ്മളുടേതായ ആചാരത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനും അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുവാനും പലപ്പോഴും കഴിയാത്തതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കുറച്ചൊക്കെ ലീഡ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ. മാത്രമല്ല, ഇപ്പോൾ ഇസ്ലാമിക വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടേതായ ആചാരങ്ങൾ മുറുകെ പിടിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ആഹാര രീതികൾ, നമുക്കിപ്പോൾ പ്രത്യേകിച്ചും ഹലാലായ ആഹാരം പലപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടേതായ ലിമിറ്റേഷൻസ് അവിടെ വരുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഇപ്പോൾ നമ്മൾ പോർക്ക് അവോയ്ഡ് ചെയ്യണം എന്ന് നമ്മൾ പൊതുവെ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സോഷ്യൽ ഈവന്റിന് പോകുമ്പോൾ പലപ്പോഴും അവർക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ചോദിക്കേണ്ട അവസ്ഥ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഈ പുറം രാജ്യത്ത് വന്നതുകൊണ്ടാണോ? പ്രത്യേകിച്ചും ഇവിടെ അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, അപ്പൊ ഇപ്പൊ താങ്കൾ പറയുന്നത് ഞാൻ ഹലാൽ മീറ്റാണ് കഴിക്കുന്നതെന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമുക്കത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? പൊതുവെ നമ്മൾ വെജിറ്റേറിയൻ ഫുഡിലേക്ക് പോകാം. വെജിറ്റേറിയൻ ഫുഡും വളരെ ലിമിറ്റഡ് ആണ്. പ്രത്യേകിച്ച് യൂറോപ്പിൽ വെജിറ്റേറിയൻ ഫുഡ് അതെ വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പോ പൊതുവെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസിന് തയ്യാറാകേണ്ടി വരുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. വേറെ അത് പറഞ്ഞു വരുന്ന അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു വിദേശ സ്വാധീനം ഉണ്ടാകുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിദേശ സ്വാധീനത്തെ കുറിച്ചിട്ട്? എന്റെ അഭിപ്രായത്തില് ഞാൻ 25 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. 2 കുട്ടികളുണ്ട്. താങ്കൾ ഇവിടുത്തെ കൗൺസിലറാണ്? അതെ. വളരെ നല്ല കാര്യമാണ്. ഇവിടെ വന്നിട്ട് ആൾക്കാർ ലാംഗ്വേജ് പറയാൻ തന്നെ ബുദ്ധിമുട്ടുന്ന അവസരത്തില് ഇവിടുത്തെ അവരുടെ പ്രതിനിധിയാവാൻ കഴിഞ്ഞത് വെരി അപ്രീഷിയേറ്റബിൾ ആണ്. താങ്ക് യു. നമുക്ക് ഭാരതീയ സംസ്കാരത്തിന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഇതിനെ വിശകലനം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം വീക്ഷണത്തിൽ ഉപരിയായിട്ട് ഭാരതീയ സംസ്കാരം കമ്പയർ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് ആഗ്രഹിക്കുന്നത്. കുറച്ചുകൂടെ ഭാരതീയ സംസ്കാരത്തിലെ അതിന്റെ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അത് നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ 2 കുട്ടികളുണ്ട് എനിക്ക്. ഇവര് രാവിലെയും വൈകുന്നേരവും 2 ഭൂഖണ്ഡത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വീട്ടിലെ ഏഷ്യൻ ഭൂഖണ്ഡം, സ്കൂളിൽ ചെല്ലുമ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡം. ഇതിവർക്ക് മാനസികമായ വലിയ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണത്, വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും അതിന് ഒരു കുടുംബം, തീർച്ചയായിട്ടും കുടുംബത്തിൽ നല്ല നല്ല വീക്ഷണം അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു എല്ലാ സംസ്കാരത്തിലും നല്ല വശങ്ങളുണ്ട്, ഒത്തിരി നല്ല വശങ്ങളുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ തീർച്ചയായും. കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്കാരത്തിന് 10,000 വർഷത്തിന്റെ പാരമ്പര്യമുണ്ട്. സയന്റിഫിക്കലി പ്രൂവ്ഡാണ് ആ കാര്യങ്ങൾ. അപ്പോൾ ലോകം മുഴുവൻ 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ സംസ്കാരം. അതൊരു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഹൈന്ദവ ഒരു ജാതിയുടേതായ ഒരു വീക്ഷണത്തിലല്ല, ഭാരതീയൻ വീക്ഷണത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങള് ഇതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ഇതൊരു നല്ല സംസ്കാരമാണെന്ന് ലോകം മുഴുവൻ നല്ല രീതിയിൽ വിലയിരുത്തുന്നതുകൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആ ഒരു സംസ്കാരത്തിന് ഊന്നൽ കൊടുത്ത് വളർത്തുന്നതിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. 30 വയസ്സിന് ശേഷമാണ് ഞാൻ ഇറ്റലിയിൽ വന്നത്. എന്റെ പരമ്പരാഗതമായിട്ടുള്ള ആ സംസ്കാരത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ആദ്യം എന്നിലൊരു ചിന്തയുണ്ടായിരുന്നു, എൻ്റെ മക്കളെ എൻ്റെ സംസ്കാരത്തിലൂടെ വളർത്തണമെന്ന്. ക്രമേണ എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ അതിൽ പിടിവാശി പിടിച്ചാൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെടും എന്ന്. എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും വരെ എന്നെ ഉപേക്ഷിക്കാം അങ്ങനെ ഒരു കടുംപിടുത്തം വന്നാൽ. കാരണം എന്നെ ഞാനാക്കുന്നത് ഇവിടത്തെ സാഹചര്യങ്ങളാണ്. ഇവിടത്തെ പണം കിട്ടുന്നു, ഇവിടത്തെ സംസ്കാരത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ മക്കളിൽ ഉണ്ടാകുന്ന ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്നിൽ ഭേദഗതി വരുത്തേണ്ടത് കുടുംബജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അങ്ങനെ ജീവിക്കുന്നു, ഞാൻ അതിൽ സംതൃപ്തനാണ്. അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് പറയുവാനുള്ളത്, നാം ഇറ്റലിയിൽ നിന്നല്ല ഏത് രാജ്യത്തായാലും അവിടുത്തെ സംസ്കാരത്തിലെ നന്മ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമ്മിശ്രമായ സംസ്കാരത്തിന് നമ്മൾ വിധേയരായാൽ നമ്മുടെ സംസ്കാരത്തിന്റെ 1% നല്ലൊരു ശതമാനമെങ്കിലും നമ്മുടെ മക്കളിലുണ്ടാകും. അത് മുഖേന അവരുടെ മക്കളിലുണ്ടാകും. മറിച്ച് കടുംപിടുത്തം പിടിച്ചാൽ അത് നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഞാൻ കാണുന്നത്. വിദേശ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്തുടർന്ന് വന്നിരുന്നത് പാരമ്പര്യമായിട്ട് നമ്മള് മലയാളികൾ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം വെച്ച് നമ്മൾ നോക്കുമ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അതിൽ നിന്ന് ഉള്ള പ്രൊഡക്റ്റായിട്ട് കൊച്ച്, അതാണ് ചെറുമക്കളുമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. അതാണ് നമ്മൾ കണ്ടതും വളർന്നതും നമ്മൾ പഠിച്ചേക്കണം, നമ്മൾ പിന്തുടർന്ന് വരണതും ഈ ആശയങ്ങളും ഇതിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കണേ. നമ്മുടെ മക്കളെയും അങ്ങനെ വളർത്താനാണ് നമ്മൾ താല്പര്യപ്പെടണേ. പക്ഷെ ഇവിടെ വരുമ്പോ വേറെ രീതിയിലുള്ള ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ എന്താന്ന് വിചാരിച്ചാൽ മലയാളികളുടെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു കുറവെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പുത്തൻ തലമുറയുടെ ഒരു കുറവെന്ന് പറഞ്ഞാൽ എന്തും ഇമിറ്റേറ്റ് ചെയ്യുക. നമ്മൾ വേറൊരു സംസ്കാരം കടമെടുക്കുക. വിശേഷിച്ച് വിദേശത്ത് യൂറോപ്യൻ സംസ്കാരമാണെങ്കിൽ അത് അപ്പോഴേ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഡോപ്റ്റ് ചെയ്യുക, അതാണ് കൂടുതൽ എല്ലാവരും ഇൻട്രസ്റ്റ് ചെയ്യണം. ഏത് കാര്യമായാലും എന്ത് യൂറോപ്യൻ ചെയ്യണോ അതാണ് പുതിയൊരു കാര്യത്തിന് നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ചും അത് അഡോപ്റ്റ് ചെയ്യാൻ വളരെ ഉത്സാഹം കാണിക്കും. ഇങ്ങനെ ഉത്സാഹം കാണിച്ചു വന്നാലുള്ള കുഴപ്പം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കള്
ഇപ്പൊ ഒരു 10% ഈ തലമുറയിൽ നിന്ന് 10% നഷ്ടം വരും. അവരത് ഇമിറ്റേറ്റ് ചെയ്ത് അത് അഡോപ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത വരുമ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. ഇതിനൊരു ബ്ലോക്ക് ചെയ്യാനോ നമുക്ക് പറ്റില്ല. ഇത് കുറേശ്ശെ പ്രാക്ടിക്കലായിട്ട് ഇത് അവസാനം ഇത് 50% അതിലും കൂടുതൽ വിദേശ സംസ്കാരം നമ്മുടെ ഇതിലേക്ക് അലിഞ്ഞു ചേരും. അതിനെ മാറ്റം വരുത്താനോ നമുക്ക് ആർക്കും പറ്റില്ല. പിന്നെ ഈ കുടുംബം എന്ന് പറയുന്ന ആ സംസ്കാരങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വളർന്ന് നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ മക്കളെ നമ്മളെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പണ്ട് പിന്തുടർന്ന ആശയങ്ങൾ വെച്ചാണ് നമ്മൾ ജീവിക്കണേ. അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാര് അല്ലെങ്കിൽ സഹോദരന്മാര് എല്ലാ കാര്യങ്ങളും മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. വിദേശികളുടെ കൾച്ചറിൽ നമ്മൾ ഏത് കൾച്ചറായാലും അതിന്റെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട് ആണ് എടുക്കുന്നത്. നെഗറ്റീവിലേക്ക് മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് വളരാൻ സാധിക്കില്ല. ഇപ്പൊ ഇവിടുത്തെ കൾച്ചറും നാട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ നമ്മളുടെ പൊതു സ്ഥാപനങ്ങൾ, റോഡ്, അല്ലെങ്കിൽ ഓഫീസുകള്, ഇപ്പൊ നമ്മളൊരു ചെറിയ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്ഥലം, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള അങ്ങനെയുള്ള പോസിറ്റീവ് കൾച്ചർ അത് വിദേശീയർക്ക് ഒത്തിരി ഉള്ളതാണ്. പക്ഷെ നമ്മുടെ കൾച്ചറിൽ അതില്ല. എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ സ്വാംശീകരിക്കുന്ന മിക്കവാറും ഈ നെഗറ്റീവ് ആസ്പെക്ട്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ മനസ്ഥിതി, ഓപ്പൺ മൈൻഡ്, തുറന്ന മനസ്ഥിതി, എന്തും പോസിറ്റീവായിട്ട് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്ഥിതി. നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ, നമ്മളിപ്പോൾ റോമിലാണല്ലോ, പൗലോസ് പറഞ്ഞ റോമില് റോമാക്കാരെ പോലെ എന്നാണ് പറഞ്ഞത്. അതായത് അതൊരു റോമിന്റെ കൾച്ചറിൽ, റോമിന്റെ നല്ല കൾച്ചർ, അതിപ്പോൾ നമ്മളൊരു വിദേശത്ത് എവിടെ പോയാലും പോസിറ്റീവ് കൾച്ചർ നമ്മൾ സ്വാംശീകരിച്ച് അതിന് നമുക്കൊരു ഓപ്പൺ മൈൻഡ് വേണം. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ കുട്ടികളിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നെഗറ്റീവിൽ മാത്രം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്ട് നമ്മൾക്ക് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. പോസിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ ക്യൂ നിൽക്കാൻ പഠിച്ചു, ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം കൃത്യമായി നടക്കും എന്നുള്ളത് ഇവിടെ പഠിച്ചു. ഇതൊന്നും നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ കുറച്ച് സാമ്പത്തിക നേട്ടം ഒന്ന് ഒഴിവാക്കിയാൽ ഇവിടെ എല്ലാ വർഷവും സ്കൂളിൽ 3 മാസത്തോളം സ്കൂൾ അവധിയുണ്ട്. ഈ സമയങ്ങളിൽ നമ്മുടെ അവധി പ്രിഫർ ചെയ്ത് ഈ കുട്ടികളെ ഒന്ന് നാട്ടിലോട്ട് കൊണ്ടുപോയി 1 മാസമെങ്കിലും പേരൻസുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചാൽ കുറെ സംസ്കാരത്തിന്റെ കുറച്ചെങ്കിലും ഒരു എലിമെന്റ് പ്രയോജനം കിട്ടും. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് അവിടുത്തെ രീതിയും കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ വിദേശ സ്വാധീനത്തിന്റെ കാഠിന്യം കുറയുമെന്നാണ് പറയുന്നത്. കാഠിന്യം കുറയും. ഇതല്ല യഥാർത്ഥത്തിലുള്ള ഒരു സംസ്കാരം എന്നവർക്ക് തോന്നും. ജീവിതം ഇതല്ല എന്നുള്ളത് അവർക്ക് തോന്നും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരിക്കുന്നവരല്ലാത്തവരൊക്കെ കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുപോയി ഒരു ടൂർ നടത്തുക, അവിടെയുള്ള ഗ്രാൻഡ് പേരൻസിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, കഴിയുമെങ്കിൽ അവിടുത്തെ സ്കൂളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. മാത്രമല്ല പറ്റുമെങ്കിൽ അവിടെ തന്നെ കുട്ടികളെ വളർത്താനായിട്ടും പഠിപ്പിക്കാനായിട്ടും നോക്കുക. ഇറ്റലിയിൽ വന്നിട്ട് 5 വർഷമായിട്ടുള്ളൂ. ഇതിന് മുമ്പ് എവിടെയായിരുന്നു? ഗൾഫ് കൺട്രീസിലായിരുന്നു. ഒത്തിരി ഡിഫറൻസ് ആണ് അവിടുത്തെ ജീവിതവും ഇവിടുത്തെ ജീവിതമായിട്ടുള്ള. അവിടെ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് നല്ല സ്കൂളുണ്ട്. ഇതൊക്കെ നമ്മളെ എംബസി മുഖാന്തരം വരുന്ന കാര്യങ്ങൾ. അതെല്ലാം ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് സ്കൂള് കാര്യങ്ങൾ. യൂറോപ്പിലേക്ക് വന്ന് ചിലപ്പം മേ ബി ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ടായിരിക്കാം. ഇറ്റലിയിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സ്ഥാപനമില്ല. പിന്നെ ഒരു ഇംഗ്ലീഷ് സ്കൂളുകൾ അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പ്രശ്നം എന്താ വരുന്നത്, ഒരു 15 വയസ്സ് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഒരു 16 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ തന്നെയാണ്. ഇവിടെ ഈ യൂറോപ്പിൽ ജീവിക്കുകയാണെങ്കിൽ ഇവനെ കൊണ്ട് തലവേദന തന്നെ അവർക്ക് ടെൻഷൻ. ഇവരൊക്കെ എല്ലാവർക്കും അതാണ് ഈ അച്ഛൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. കഴിയുന്നതും അവരെ നാട്ടിൽ ഈ ഒരു ഏജ് വരെ നമുക്ക് അപ്പൊ അവർക്ക് തിരിച്ചറിയാവുന്ന 12 വയസ്സ് 13 വയസ്സായി തിരിച്ചറിയാവുന്ന പ്രായമാകും. നാട്ടിൽ ഒരു വിദ്യാഭ്യാസം കൊടുത്ത് ആ ഒരു കൾച്ചറിൽ അവർ വളർന്നാൽ പിന്നെ ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വന്നാലും അവർ ആ കൾച്ചർ മറക്കില്ല. അവർ നമ്മളെ ഇന്ത്യൻ കൾച്ചറിലും ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ അവർ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, മക്കൾ. അപ്പോൾ മക്കൾക്ക് ഏറ്റവും കൂടുതൽ സംസ്കാരവും ആദ്യ പാഠങ്ങളും എല്ലാം പഠിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. അച്ഛന്റെയും അമ്മയും, അതായത് എൻ്റെ അച്ഛനും അമ്മയും എന്തു ചെയ്യുന്നു എന്ന് കണ്ടാണ് മക്കൾ ആദ്യ ചുവടുകൾ വെക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വരുന്ന അച്ഛനും അമ്മയും, അതായത് വിദേശത്താണെങ്കിൽ അവരുടെ കുട്ടികൾ അവരോടുകൂടെ തന്നെ വളരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ അവർ നാട്ടിൽ ചെന്നതുകൊണ്ട് അവർക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ വലിയൊരു കൾച്ചർ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ 22 വയസ്സിന് ശേഷം നാട്ടിൽ നിന്ന് പോകുന്ന ആളാണ്. എനിക്ക് കേരളത്തിന്റെ കൾച്ചർ ഒരുപാട് ഇഷ്ടമാണ്, ഭാരതീയ സംസ്കാരം ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ 22 വർഷം കഴിഞ്ഞിട്ടും എന്നിൽ ഈ
സ്വാധീനം ഒരുപാടുണ്ടായിട്ടുണ്ട് ഇറ്റാലിയൻ. പക്ഷെ നമുക്ക് നല്ല കാര്യങ്ങൾ, അതായത് സ്വീകാര്യമായതും അസ്വീകാര്യമായതും എല്ലാ രാജ്യത്തുമുണ്ട്. എനിക്ക് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ കുറേയും കൂടെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഫാദർ പറഞ്ഞു, അതുപോലെ ഡോക്ടർ പറഞ്ഞു. എൻ്റെ പേര് എ സി സ്റ്റീഫൻ. ഞാൻ റോമിൽ വന്നിട്ട് 25 വർഷമായി. ഇവിടുത്തെ സിറ്റിസണാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നമ്മളുടെ നാട്ടിൽ നിന്നും ഒരു വ്യത്യാസവും ഇവിടെ വന്നിട്ട് നമ്മുടെ ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടത്തേക്കാൾ കൂടുതൽ നമ്മളുടെ കുട്ടികളുമൊക്കെ മോശമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോകുന്നതാണ്, 2 വർഷക്കാലം നാട്ടിൽ നിൽക്കുന്നതാണ്. നമ്മളുടെ കുട്ടികൾ, ഇവിടുത്തെ കുട്ടികളെയൊക്കെ ഇവിടെ നമ്മൾക്ക് ഒരുവിധം നമ്മൾക്ക് കുട്ടികളുടെ അടുത്ത് കഴിയാൻ സമയമുണ്ട്, നമ്മൾ അവരുടെ അടുത്ത് ജീവിക്കുന്നുണ്ട്, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇപ്പം ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടേതായ കൂട്ടായ്മകളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ പേരൻസ് ആണെങ്കിൽ പോലും എല്ലാ ദിവസവും ഒന്നിച്ച് കാണുന്നു, കൂടുന്നു. അതുപോലെ ഡോക്ടർ പറഞ്ഞു ഭക്ഷണത്തിന്റെ കാര്യം. ഇവിടുത്തെ സംബന്ധിച്ചിട്ട് ഇവിടെ കിട്ടുന്ന അത്ര പച്ചക്കറികളും എല്ലാ സാധനങ്ങളും ഇന്ത്യയിലല്ല ഒരു സ്ഥലത്തും ചെന്നാൽ എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. അല്ല, ഇവിടെ മരുന്നടിച്ച പച്ചക്കറി എല്ലാം തോന്നുന്നല്ലേ കിട്ടുന്നത്. ഇനി ആണെങ്കിൽ പോലും നാട്ടിൽ പോയ പച്ചക്കറി അല്ല, മരുന്നടിച്ചതാണെങ്കിൽ പോലും ആപ്പിൾ വാങ്ങി കഴിക്കാമെന്നാ പറയുന്നത് കേട്ടോ. അതുപോലെ ഫാമിലി ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ധരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഷവും ഞാൻ 2 മാസക്കാലം നാട്ടിൽ പോവുകയും നാട്ടിൽ നിൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ എനിക്ക് വളരെ എന്റെ ചിന്തയിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആ സംസ്കാരമായി യോജിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഈ പറയപ്പെട്ട ഗുരുതരമായ ഒരു പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നാം ഒത്തിരി നാൾ മുമ്പ് ചെറുപ്പത്തിൽ ജീവിച്ച ഒരു ജീവിത രീതി നമ്മുടെ മക്കളും ഇതുപോലെ പിന്തുടരുമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാലങ്ങൾ മാറുന്നു. നമ്മുടെ കാരണവന്മാർ ചെറുപ്പത്തിൽ തോളത്തിട്ട് യാത്ര ചെയ്തിരുന്നു. തോർത്തിടത്തില്ല, നമ്മൾ ഷർട്ട് ഇടുന്നു. അതുപോലെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നാട്ടിൽ വരുന്നു. ഇന്ന് നമ്മളുടെ കുട്ടികളെ ഇവിടെ അപ്പൊ താങ്കൾ പറഞ്ഞിരുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്, പരിണാമമുള്ള നമ്മളെക്കാൾ ബെറ്റർ ലൈഫ് നമ്മളെ കുട്ടികൾ ഉണ്ടാവുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തില് നമ്മുടെ ഏത് സ്കൂളിലെ ഏത് കുട്ടികൾക്ക് 10ാം ക്ലാസ് അല്ല 10 വയസ്സായ കുട്ടിക്ക് വരെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ട് ഇപ്പം. അത് കാരണവന്മാർ അഭിമാനത്തോടെ. ഇവിടുത്തെ പ്രശ്നം എന്നറിയാമോ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ നമുക്ക് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒന്നും ഇല്ലല്ലോ. അല്ല, അത് നമ്മളിപ്പോ ചിന്തിക്കാൻ പറ്റിയല്ല. അത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു? അന്ന് എനിക്കില്ല. അന്ന് ഞാൻ കപ്പ തിന്നു, ചക്ക തിന്നു. എന്റെ മക്കളും കപ്പയും ചക്കയും തിന്നണമെന്ന് പറയുന്നതിൽ എന്താർത്ഥം? അപ്പൊ കാലങ്ങൾ മാറുന്നു, കാലങ്ങൾക്കനുസരിച്ച്. അപ്പൊ വിശേഷിച്ച് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ പേരൻസ് ആണ് മാറാനുള്ളതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, തീർച്ചയായിട്ടും നമ്മളെ പോലെ തന്നെ മക്കളായി തീരണമെന്ന് നാം ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ബുദ്ധിമുട്ടാണ്. അത് ശരിയല്ല. നാം കാലങ്ങൾ മാറുന്നു, അതനുസരിച്ച് മക്കൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീക്ഷണത്തില് ഒരു കാര്യമായ ഒരു ബുദ്ധിമുട്ട് ഇതുവരെയുള്ള തലമുറയിൽ ഉണ്ടായിട്ടില്ല. ഭാവിയെക്കുറിച്ച് നമുക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ വന്നിരിക്കുന്ന ഇറ്റലിയെ പോലത്തെ ഒരു രാജ്യത്ത് വന്നിരിക്കുന്ന ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാര്യം മറ്റുള്ള രാജ്യങ്ങളെപ്പറ്റി എനിക്ക് വിശദമായിട്ട് അറിയില്ലെങ്കിലും ഇത്രത്തോളം മതസ്വാതന്ത്ര്യവും ഈ പേഴ്സണൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വിദേശികളോടാണെങ്കിലും അവരുടെ അസോസിയേഷൻസും അവരുടെ കാര്യങ്ങളും, ഇനിയിപ്പോൾ ഒരു ഈ വിശ്വാസ സമൂഹമാണെങ്കിൽ അവർക്ക് വേണ്ട പള്ളികൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്ന എത്ര രാജ്യങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ചെലവിൽ തന്നെ മിക്കവാറും. പക്ഷെ ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം നമ്മുടെ വിഘടിതമായ ചില ചിന്തകൾ കൊണ്ട്. ഇപ്പം ഇവിടെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ തന്നെ എന്താ പറയുക, ഒക്കത്തിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം. ഇവിടുത്തെ പണം വേണം, പക്ഷെ നമുക്ക് ഭാരതീയരായിട്ട് ജീവിക്കണം. അപ്പൊ ഇതെന്തായാലും നടക്കുന്ന കാര്യമല്ല. എങ്ങനെയാണെങ്കിലും കുറെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുള്ളല്ലേ. കാരണം ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ തന്നെ ഞാനതൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഇതൊരു ഇൻഫ്ലുവൻസിന്റെ കാര്യമല്ല. നമ്മളിവിടെ ആയിരിക്കുന്നു, ഓക്കെ, നമ്മുടെ തീരുമാനമാണ്. ഞാനൊരു ഫാദർ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ എന്റെ വൈഫ് ഇവിടെ മദർ എന്നുള്ള നിലക്ക് നമ്മൾ കുട്ടികളുണ്ടാകുന്നു. അവരുടെ പ്രശ്നങ്ങള് അത് നമ്മുടെ സംസ്കാരത്തിൽ അവളെ വളർത്തണം എന്നുള്ള പിടിവാശിയിലാകുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നമായി മാറുന്നത്. അത് നമ്മുടെ ഒരു ആന്തരിക പ്രശ്നമാണ്. അത് എന്റെ സംസ്കാരം ഞാനിപ്പോൾ തട്ടിച്ചു നോക്കുന്നു. പിള്ളേരെ സംബന്ധിച്ചോളം ആ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ മൂല്യം അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു മൂല്യം അറിയാവുന്ന ഒരു ഫാദർ മക്കൾ നന്നായിട്ട് വളർന്ന് ആഗ്രഹിക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും, നിർബന്ധം പിടിക്കും വേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇല്ലേ? പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ഏത് ബന്ധത്തിലാണെങ്കിലും, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏത് വ്യക്തിഗത ബന്ധത്തിലാണെങ്കിലും സാമൂഹ്യ ബന്ധത്തിലാണെങ്കിലും ആദ്യം വേണ്ട എന്താണ്? മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പൺനെസ്, ഒരു മനസ്സിന്റെ ഒരു തുറവ് വേണം നമുക്ക്. ഞാനിവിടെ ഇറ്റലിയിലെ മാത്രമല്ല, ഒരു 3-4 വർഷം അമേരിക്കയിലായിരുന്നു. അപ്പോഴത്തെ ഒരു സംഭവമാണ് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക. അമേരിക്കയിൽ ഞാനൊരു പള്ളിയിലായിരുന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്ന് എന്നെ വിളിച്ചു, വീട്ടിലേക്ക് വരണം, അവിടെ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമുണ്ട്, വൈകുന്നേരം വന്ന് അവിടെ അത്താഴം കഴിക്കണമെന്ന്.
ഞാൻ വളരെ സന്തോഷപൂർവ്വം അവിടെ ചെന്നു. അവിടെ ചേട്ടനുണ്ട്, മറ്റൊരു ചേട്ടനുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഭക്ഷണം തുടങ്ങിയിട്ടും ഭാര്യയെ കാണുന്നില്ല. ഞാൻ ചോദിച്ചു, ഭാര്യ ഇവിടെ ഇല്ലേ? ഉണ്ടെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. നിൽക്കുന്നതാണ് എൻ്റെ ഭാര്യ. അതും ഒരാണ് തന്നെ. അപ്പോഴവിടെ ഈ സെയിം സെക്സ് മാരേജ് ഉള്ള ഒരു കുടുംബമായിരുന്നു അത്. ശരി, അച്ഛൻ അറിഞ്ഞില്ല? അതെനിക്കറിയില്ലായിരുന്നു. ഏതായാലും അത് വലിയൊരു വണ്ടറായിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ണ് തുറക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെയും കുടുംബങ്ങളുണ്ടല്ലോ എന്ന്. ഭാര്യ ഭർത്താവ് മാത്രമല്ല, ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായാലും കുടുംബമാകും. അത് വിദേശത്തെ വേറൊരു രീതിയാണ്. അപ്പോൾ മലയാളിയായ എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ എന്തോ ഒരു വലിയൊരു വീർപ്പുമുട്ട്. ഏതായാലും ഭക്ഷണം രുചിയോടുകൂടെ തന്നെ അവരുണ്ടാക്കി തന്നുകൊണ്ട് അത് ഞാൻ കഴിച്ചു. തിരിച്ചു വന്നു. എന്നാൽ തന്നെ അവരെ വിളിച്ചൊന്ന് ഉപദേശിക്കണമെന്ന് എനിക്ക് തോന്നി. ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഉപദേശിച്ചാൽ ചില ഭക്ഷണം കിട്ടാതെ വരും. ഇനി അതൊരു കുടുംബമായിട്ട് എനിക്ക് തോന്നിയില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട്. അവിടെ ഭാര്യയും ഭർത്താവും മക്കളും കൂടുന്നതാണ് കുടുംബം. ഇവിടെ അങ്ങനെയല്ല. ഏതായാലും ഇതൊരു സ്വാധീനമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതൊരു നെഗറ്റീവ് സ്വാധീനം എന്ന് ഞാൻ പറയും. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംസ്കാരമാണ് അത് അവരുടേത്. എന്നാൽ അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങള് വളരെ ഒബീഡിയന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവർ ചോദിച്ചു, ഞങ്ങളും കൂടെ കൂടട്ടെ? കൂടിക്കോ, പക്ഷേ ഭാര്യയും അല്ലെ ഭർത്താവും പറഞ്ഞു, കൂടിക്കോ, ഞങ്ങളുടെ കൂടെ വൈനൊന്നും എടുക്കരുത്, നിങ്ങൾ മൈനേഴ്സാണ്, അതുകൊണ്ട് വൈൻ എടുക്കാൻ പാടില്ല. ഓക്കെ 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 ഡാഡി. അല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഭാര്യയും അല്ല ഭർത്താവും ഒരു ആണുമായിട്ടുള്ള വിവാഹത്തിൽ എവിടെ നിന്നായി കുട്ടികൾ? അതാണ് ചോദ്യം. നല്ല ചോദ്യം. ഞാനും അത് വിചാരിച്ചത്, എങ്ങനെയാണ് കുട്ടികളുണ്ടായത്? അപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾ 2 കുട്ടികളെ ദത്തെടുത്തതാണ്. ശരി. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ജീവിതമല്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ അതിനെക്കുറിച്ച് എന്താ അച്ഛൻ്റെ? തീർച്ചയായിട്ടും അതൊരു കുടുംബജീവിതമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പരമ്പരാഗതമായിട്ടുള്ള രീതിയിലും നമ്മളിന്ന് മനസ്സിലാക്കുന്ന രീതിയിലും. പിന്നെ ഈ വിദേശത്തൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ അതിപ്രസരമുള്ളത് കൊണ്ട് അതൊരു ദുസ്വാതന്ത്ര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു വിചിത്രമായിട്ടൊരു കുടുംബജീവിതമായിട്ട് എനിക്ക് തോന്നി. ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഈ യൂറോപ്യൻസ്. അതിനു മുമ്പ് 19-ാം നൂറ്റാണ്ടിന്റെ 2ാമത്തെ പകുതിയിലാണ് നമ്മുടെ നാട്ടിലേതുപോലെ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് ജീവിച്ച ഇവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ അല്ലെങ്കിൽ ജർമ്മൻ യൂണിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് യുദ്ധങ്ങളുടെയൊക്കെ കെടുതികൾ ഉണ്ടായ സമയത്ത് ഇനി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി അതിന് ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് അവസാനമായിട്ട് ഇവർ ശരിക്കും ഒരു തീരുമാനം എടുത്ത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ തകർന്നുപോയി. ഈ തകർന്നു പോയതിനു ശേഷം ഇവരുടെ ഒരു ചിന്തയിൽ നിന്നുണ്ടായതാണ് അതിർത്തികളില്ലാത്ത യൂറോപ്പ്. അതിന്റെ ഭാഗമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആശയം തന്നെ. അതിനുശേഷം പിന്നീട് ഈ ആഗോളവൽക്കരണവും വന്ന് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഇവരിവിടെ കാണാൻ തുടങ്ങി. അതിനു മുമ്പ് ഇവർ വേറെ ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ആളുകൾ വന്നപ്പോൾ ഇവർക്ക് ആദ്യം ഉണ്ടായത് കൗതുകമാണ്. നമ്മളും കണ്ടിട്ടില്ലാത്തൊരു സാധനത്തെ കാണുമ്പോൾ നമുക്കൊരു കൗതുകയില്ലേ? അതുപോലെ ഒരു കൗതുകം ഇവർക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കൗതുകത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ സാരി എടുത്തു നടന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാരൂപം ഇവിടെ അവതരിപ്പിച്ചാലോ ആ കൗതുകത്തിന്റെ പേരിൽ ഇവർ വളരെ കാര്യമായിട്ട് അത് കാണുകയും നമ്മളോട് നന്നായി എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അത് നമ്മളും അങ്ങനെ തന്നെയാണ്, ഉള്ളിന്റെ ഉള്ളിൽ ഇവരുടെ സംസ്കാരത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നില്ലെങ്കിൽ ഇവരെപ്പോഴും നമ്മളെ മാറ്റി നിർത്തുകയുള്ളൂ. ഇപ്പോൾ മിസ്റ്റർ ശ്രീകുമാറിനറിയാം, ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ലണ്ടനിൽ അല്ലെങ്കിൽ ബർമിംഗ്ഹാമിൽ ഇതുപോലുള്ള വമ്പൻ സിറ്റികളിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് ഏഷ്യൻ വംശജരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വംശജർ താമസിക്കുന്ന സ്ഥലത്ത് അവർ കൂട്ടമായിട്ട് താമസിക്കുകയാണെങ്കിൽ അവിടെ നിന്നും പതുക്കെ ബ്രിട്ടീഷുകാർ സത്യമല്ലേ അത്? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തെ എന്തോ ഒരു ഗെറ്റോ സംസ്കാരമായിട്ട് അവർ കാണുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, നമ്മൾ ഇവരുടെ ഭാഷ സംസാരിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മൾ മിക്കവാറും, ഞാൻ തന്നെ ബസ്സിലും മെട്രോയിലൊക്കെ ഇരുന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നത്. ഇവർ പലപ്പോഴും പാട്ട് കേൾക്കാൻ വേണ്ടി വലിയ ഐപോഡോ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ആളുകൾ നമ്മുടെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകാത്ത ഭാഷ, മലയാളം പറഞ്ഞു ഇവിടെ ആർക്കെങ്കിലും മനസ്സിലാവോ? ഇപ്പൊ ഫ്രഞ്ചോ ജർമ്മനോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ച് ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും. മലയാളം പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇവർക്ക് അത് തന്നെ എന്തോ തരത്തിലുള്ള ഒരു വലിയ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സംസ്കാരത്തോട് അനുരൂപപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ നമ്മളെ കൂടുതൽ കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും നമ്മളെ മറ്റൊരു വിഭാഗമായിട്ട് കാണുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ
സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ പറഞ്ഞതുപോലെ അത് കാരണം കാരണവന്മാരുടെ വേവലാതി അത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എത്തിയിരിക്കുന്ന സമയത്ത് ഈ സംസ്കാരത്തിന്റെ ഒരുപാട് നന്മകളും കൂടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ അതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ പ്രവാസിയാവും മുമ്പ് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കാണണമെന്നാണ്. എന്ന് മുൻകൂട്ടി കാണണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഇത് നമ്മൾ മുന്നിൽ കാണാതെ മറ്റൊരു രാജ്യത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ രേഖകൾ ശരിയാക്കി കൊടുക്കാൻ എന്ത് എളുപ്പമായിരുന്നു അറിയാം. അതായത് ഇപ്പോൾ ഈ പേപ്പറുകൾ ശരിയാക്കി കൊടുക്കണമെങ്കിൽ ഇവരുടെ കൾച്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നിർബന്ധമാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ബ്രിട്ടനിൽ വന്ന സമയത്ത് അവിടെ പത്രത്തിൽ വന്നൊരു വാർത്ത ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് പരീക്ഷ വളരെ കർശനമാക്കി സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ളതെന്ന് പറഞ്ഞു ഞാൻ പത്രത്തിൽ വാർത്ത വായിച്ചു. പരീക്ഷ എഴുതണം. ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏതോ മലയാളി അസോസിയേഷൻ തന്നെ ഒരു മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഇതെങ്ങനെ പഠിച്ചെഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്നത് എന്താണെന്നറിയോ, എന്റെ നാട്ടിൽ നീ ജീവിക്കുവാണെങ്കിൽ നീ ഇത് പഠിക്കണം. അല്ല, അതിപ്പോ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് എങ്ങനെ സിറ്റിസൺഷിപ്പ്? തീർച്ചയായിട്ടും. കാരണം അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ സംസ്കാരം മനസ്സിലാക്കാത്ത ആളെ അവരുടെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവരവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ചാരിറ്റി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു രാജ്യത്തിനും ഒരു പൗരനോട്, വേറൊരു വിദേശ പൗരനോട് ചെയ്യാനില്ല. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.